മോഡലിലേക്ക് വരുമ്പോൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് പോർട്ട്ഫോളിയോ ആണ്. പോർട്ട്ഫോളിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് കുറച്ച് പൈസയിലുള്ള പരിപാടി. എന്നാലും പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ഒരുപാട് കാസ്റ്റിംഗ് ഏജൻസികളുണ്ട്, നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുക. അവർക്ക് അയച്ചു കൊടുത്ത് നമ്മൾ അവരുടെ ഒരാളാവാം. മെയിൽ മോഡൽസിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ ബ്രാൻഡ്സ് അപ്രോച്ച് ചെയ്യുന്നത് കുറവായതുകൊണ്ട്, പേയ്മെന്റ് കുറവായതുകൊണ്ടും ഒക്കെ ആണല്ലോ നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. നമുക്ക് എങ്ങനെയാണ് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ഒരുക്കി കൊടുക്കാൻ പറ്റുക? നമ്മൾ ഒരുക്കി കൊടുക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താണെന്ന് ഒരുപാട് കാസ്റ്റിംഗ് ഏജൻസികളുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിലുണ്ട്, പുറത്തെല്ലാവിടെ ഉണ്ട്. നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുക. നമ്മൾ ആദ്യം കാസ്റ്റിംഗ് ഏജൻസി അപ്രോച്ച് ചെയ്ത് നമുക്കൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ മോഡലിലേക്ക് വരുമ്പോൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് പോർട്ട്ഫോളിയോ ആണ്. പോർട്ട്ഫോളിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് കുറച്ച് പൈസയിലുള്ള പരിപാടി. എന്നാലും പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ഒരുപാട് കാസ്റ്റിംഗ് ഏജൻസികളുണ്ട്, നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുക. അവർക്ക് അയച്ചു കൊടുത്ത് നമ്മൾ അവരുടെ ഒരാളാവാം. കാരണം ഇപ്പോൾ കേരളത്തിന് ഒരു 10-15 കാസ്റ്റിംഗ് ഏജൻസി ഉണ്ട് ഇപ്പം തന്നെ സ്റ്റിൽ. അതിന് മുമ്പത്തെ ഒരുപാട് നല്ല കാസ്റ്റിംഗ് ഏജൻസികളുണ്ട്. അപ്പോൾ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഡെയിലി നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മൾ ഒരു കാസ്റ്റിംഗ് കോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യണം. പിന്നെ ഞാനൊരു മോഡലായി എന്ന് കരുതിയിട്ട് ഞാനിപ്പോൾ ഞാൻ വലിയ മോഡലാണ്, എൻ്റെ അടുത്ത് ഇങ്ങോട്ട് എല്ലാവരും വരണം എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്ന പോലെ നോക്കണം. എല്ലാ കാര്യങ്ങളും ഫുള്ളി അപ്ഡേറ്റഡ് ആയിരിക്കണം.